ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ഞാനിവിടെ ഫോൺ വയ്ക്കുമ്പോഴേ ഒരു പ്രശ്നം, അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതായത് ഇതിൽ കോറയുണ്ട്, മില്ലറ്റുണ്ട്. കോറയും മില്ലറ്റും, പിന്നെ കടലപ്പരിപ്പുണ്ട്, ഒരല്പം നാളികേരമുണ്ട്, വളരെ കുറച്ച് ചെറിയുള്ളി, വെള്ളുള്ളി, ഇഞ്ചി, കറിവേപ്പില, കാന്താരി 2 എണ്ണം, വറ്റൽമുളക് 2 എണ്ണം. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് കേട്ടോ. കറിവേപ്പില, ഇനി ഒരല്പം ഉപ്പ് കല്ലൂടെ ഇടാം. ഒരല്പം ഇല്ല, കുറച്ച് മതി കേട്ടോ. ഉപ്പൊന്നും ഒരുപാട് കഴിക്കണ്ട, വളരെ കുറച്ച് ഉപ്പിടാം. കുറച്ച് കല്ലുപ്പ്, ഇത്രയും മതി. ഇനി മിക്സിയുടെ രാവിലെ എഴുന്നേറ്റതിന് ശേഷമാണ്, ഒരു അരമണിക്കൂർ കുതിരാനുള്ളതേ ഉള്ളൂ ഇതൊക്കെ കേട്ടോ. ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇടാം. വെള്ളുള്ളി, ജീരകം, വെള്ളുള്ളി, ജീരകം, കോറ, തിന, ചാമ, ഇഞ്ചി, കാന്താരി മുളക്, വറ്റൽമുളക്, കടലപ്പരിപ്പ്, ഉലുവ. ഉഴുന്നിട്ടിട്ടില്ല കേട്ടോ, ഉഴുന്ന് വേണ്ട. ഇത് എല്ലാവർക്കും കഴിക്കാം. പ്രത്യേകിച്ച് പ്രായമായ വയസ്സായ ആളുകൾക്ക്, ഡയബറ്റിക് കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക്, അല്ലാത്തവർക്കും എല്ലാവർക്കും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ ഓട്ടത്തിൽ ആർക്കും ഒന്നിനും നേരമില്ല. അപ്പോൾ നോക്കട്ടെ, ഉപ്പ് കൊണ്ടോന്ന് എല്ലാം കൂടെ അങ്ങ് അരച്ചാൽ പിന്നെ നമുക്ക് നമുക്ക് അന്നേരം ഉപ്പ് ചേർക്കണ്ടല്ലോ. ഇനി ഇത് അരയ്ക്കട്ടെ. ഒരുപാട് അരിഞ്ഞു പോകണ്ട കേട്ടോ, ഒരു തരിതരിപ്പ് വേണം. കറിവേപ്പിലൊക്കെ ഇത്തിരി ഏറെ ഇട്ടു കേട്ടോ, കാരണം ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ മാറി കിട്ടുമല്ലോ. കണ്ടോ, ഒരിത്തിരി കൂടെ അരയ്ക്കാം, ശകലം കൂടെ, അത് മതി. അരച്ച് വെച്ചേന്, എന്നാൽ പിന്നെ ഈ ശബ്ദം കേൾക്കില്ല, പക്ഷേ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ കാണിക്കണ്ടേ, അതുകൊണ്ടാണ്. ഇതിലേക്ക് എടുക്കാം. ഇത് കുഴപ്പമില്ല കേട്ടോ, പ്ലാസ്റ്റിക്കാന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് ഇത് കുഴപ്പമില്ലാത്ത കേട്ടോ. അപ്പോൾ ഒന്ന് ഒഴിച്ച് കലക്കാനൊക്കെ എളുപ്പമാണ്. അതിൻ്റെ കുതിർത്ത് വെച്ച വെള്ളമുണ്ട്, ആ വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് കഴുകിയെടുക്കാം. ഈ ബൗൾ കഴുകിയെടുക്കാം, അപ്പോൾ അതിൻ്റെ ഗുണമൊന്നും പോകില്ലല്ലോ. ഓരോ ദിവസം ഇങ്ങനെ നിങ്ങൾ കഴിക്കൂ. പിന്നെ ഒന്നാമത് ദിവസം ഈ ഇഡലി, പിന്നെ അരിപ്പലഹാരങ്ങളല്ല എന്നും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പറ്റുന്നവരൊക്കെ ഉണ്ടാക്കുക, പറ്റാത്തവർ വേണ്ട. എൻ്റെ ഇന്നത്തെ ഭക്ഷണം ഇല്ല, ഉപ്പ് കുറവാണ്, എന്നാലും മതി, ഒരുപാട് ഉപ്പ് വേണ്ട.
ഓ, ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേൾക്കും. ഇനി ഇതിലേക്ക് ഒരല്പം ചോളത്തിൻ്റെ പൊടി കൂടെ നമുക്ക് ചേർക്കാം. ചോളപ്പൊടി ഒക്കെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. കോറ ഇട്ടുകൊണ്ട് അതിൽ കുറപ്പൊടിയും ചേർക്കായിരുന്നു. ചോളത്തിൻ്റെ ഒരല്പം പൊടിയും കൂടെ ചേർക്കാം. ചോളപ്പൊടിയാണ് കേട്ടോ. ചോളത്തിൻ്റെ പൊടി ഇതാ, ഒരല്പം ചോളപ്പൊടി കൂടെ നമുക്കിത് ചേർക്കാം. എല്ലാ ധാന്യങ്ങളും ഇരിക്കട്ടെ. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കും, നല്ലതല്ലേ. ഒന്നുകൂടെ ഞാൻ യോജിപ്പിക്കട്ടെ. ഇത് വേണേ മിക്സിയിലോട്ട് തന്നെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിക്കാം. വേണ്ട, ആ ബൗള് കഴുകിയില്ല, ഇനി വേണ്ട. കഴുകുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ആ ഗുണങ്ങളോട് കൂടി തന്നെ ഇത് കറിവേപ്പില എല്ലാം ഉണ്ട് കേട്ടോ. ഇതാ മാവ് നോക്കൂ. ഇനി അത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത് കേട്ടോ. ടീച്ചർ നിങ്ങളെ കാണിക്കുന്നതൊന്നും വലിയ വലിയ സംഭവങ്ങളൊന്നും അല്ലല്ലോ, ചെറിയ കാര്യങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് ആരോഗ്യപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഗ്യാസിൻ്റെ ചോട്ടിൽ തന്നെ കല്ല് വെച്ചിരുന്നു. അപ്പോൾ എളുപ്പമായിരുന്നു വെച്ചിട്ട് ഒരു കരി വൃത്തിയാക്കിക്കുന്നതല്ല കേട്ടോ. ഇനി ഇതാ വാഴത്തട കുപ്പിയാണ് കേട്ടോ. ഈ ബൗള് കുപ്പി ബൗളിലൊക്കെ ആകുമ്പോൾ അത് ഒന്നോ അപകടം. ഇത് വാഴത്തടയാണ് കേട്ടോ. ഇത് അരച്ച അപ്പം തന്നെ ചൂടാകും കേട്ടോ, വെക്കൊന്നും വേണ്ട. അപ്പം തന്നെ നമുക്ക് ചൂടാം കേട്ടോ. ഇത് ചുട്ട് വെച്ചിട്ട് വേണം എനിക്ക് ഇൻസുലിൻ എടുക്കാൻ. പാത്രവും കൂടെ എടുത്ത് വയ്ക്കട്ടെ. കല്ല് കടന്ന് ചൂടായിക്കൊണ്ടിരിക്കുക കേട്ടോ. കല്ല് ചൂടായിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കൂട്ടിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലേ. എന്നാലും ഇതിലൂടെ എണ്ണയൊന്നും ഒരുപാട് കഴിക്കണ്ട കേട്ടോ. ചെറുപ്പക്കാർ പിള്ളേരോടാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കൊന്നും ഒന്ന് പറഞ്ഞു തരാനും ആരും ഇല്ലായിരുന്നു. നമ്മളുള്ള എണ്ണയെല്ലാം കൂടെ കഴിച്ച് ഉള്ള വയ്യാഴി എല്ലാം കൂടെ ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങളെങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ. കല്ല് ചൂടായി, ഞാൻ ഇതൊന്ന് ഒഴിക്കട്ടെ കേട്ടോ. ഇതാണ് പാകം. ചെറിയ ദോശ, വെള്ളം ഉണ്ടാക്കണ്ട. ഇത് നമുക്ക് പരത്താനൊന്നും ഒരു വിഷമവും ഇല്ല. ഇനി ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നറിയാം, കുറച്ച് ചീരയുടെ ഇല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മുറ്റത്തുള്ളതാണ്. ചീര മാത്രം കേട്ടോ. ചീരയും കറിവേപ്പിലയും കാത്താരി ഒക്കെ നമ്മുടെ മുറ്റത്തുള്ളത്. ബാക്കിയൊന്നും നമുക്ക് ചീരയും ചാമയും കോറയൊന്നും ഇല്ല കേട്ടോ. ഇനി ആൾക്കാർ വിചാരിക്കും ടീച്ചറിവിടെ ചീനയും ചാമയും കോറയൊക്കെ ഉണ്ടോയെന്ന്. ഇതിനെ പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞിട്ടെ ഇതിലേക്ക്
എന്താ പൊടി പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞിടാം ഈ ഇല. അപ്പോൾ ഇലയ്ക്ക് ഇലയുമായി എല്ലാമായി. ഇനി ഇതൊന്ന് ഈ ഇല ഇതിലോട്ടൊന്ന് പരത്തണം. ഇതിലിട്ടൊന്ന് എല്ലാ വശത്തേക്കും ഈ ഇല ഇടണം. ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ രാവിലത്തെ ഒരു സമ്പൂർണ്ണ ആഹാരമായെന്ന് തോന്നുന്നില്ലേ? ഞാൻ ഈ ഭാഗത്തേക്ക് അടുപ്പൊക്കെ നല്ലോണം കാണാൻ വേണ്ടി എൻ്റെ സ്റ്റാൻഡും മൈക്കും വെച്ചു. അപ്പോൾ പ്രകാശം കുറവാണെന്നൊരു സംശയം. ഞാൻ 2 സൈഡിലും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ വേണ്ടവർക്ക് ശകലം എണ്ണ ഒഴിക്കാം, ഒന്നുകൂടെ ഒന്ന് മൊരിയാൻ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എണ്ണ ഒഴിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒഴിക്കുകയില്ല. ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ നോക്കണം. ഇടയ്ക്കൊക്കെ എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നൊക്കെ മടുപ്പാവും. അപ്പോൾ ഇഡ്ഡലി, ദോശ, പുട്ടും ഒക്കെ ചപ്പാത്തിയും ഒക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ വല്ലപ്പോഴും ഒക്കെ നമ്മൾ, ഞാനിത് ഒഴിക്കുകയാണ് കേട്ടോ, വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ കൊണ്ട് വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഈ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളും കൂടെ കഴിക്കും. നിങ്ങളുടെ വെയിറ്റ് ലോസിനും നമ്മുടെ തടി കുറയാനും നമ്മുടെ വെയിറ്റ് കുറയാനും ഒക്കെ ഇത് നല്ലതാണ്. ഇപ്പോൾ എല്ലാവരും ഓട്ടമല്ലേ, അതിനിടയിൽ ഓട്ടം മീൻസ് ജീവിത ജോലിക്കാരൻ. അപ്പോൾ ഈ ഓടുന്നതിനിടയിൽ, ഞാൻ പറയുന്നതിനിടയിൽ മറിച്ചിട, ഓടുന്നതിനിടയിൽ നമുക്ക് ഒരു എക്സസൈസും കിട്ടുന്നില്ല. എല്ലാവരും വാഹനത്തിലേക്ക് കയറിയിരിക്കുന്നു, പിന്നെ ഓഫീസിൽ ചെന്നിറങ്ങുന്നു, നല്ല ജോലി സ്ഥലം എവിടെ വെച്ചാൽ അവിടെ ഇറങ്ങുന്നു. കാറിൽ പോകുന്നവർ കാറിൽ പോകുന്നു, 2 വീലറിൽ പോകുന്നവർ 2 വീലറിൽ പോകുന്നു. മുമ്പൊക്കെ ഏറ്റവും വലിയ ആഡംബര വാഹനം സൈക്കിളാണ്. അപൂർവമായിട്ടേ സൈക്കിൾ ഉണ്ടാവുകയുള്ളൂ ആൾക്കാർക്ക്. ഇവിടെ മാഷൊക്കെ സൈക്കിളിലാണ് പോയിക്കൊണ്ടിരുന്നത് കുറേ കാലം. ആദ്യമൊക്കെ ബസ്സിൽ, പിന്നീട് ഇത്തിരി പൈസ ആയപ്പോഴാണ് സൈക്കിൾ മേടിച്ചത്. സൈക്കിളിൽ പോയതുകൊണ്ടായിരിക്കും മാഷക്ക് ഇപ്പോഴും ഒരു ആരോഗ്യ പ്രശ്നവുമില്ല, മാഷക്ക് ഇപ്പോഴും ഒരു അല്പം പോലും തടിയും കൂടിയിട്ടില്ല. അങ്ങനെ അപ്പോൾ നമ്മളെല്ലാവരും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം കൂട്ടുകാരെ, കുഞ്ഞുങ്ങളെ. ഇതൊക്കെ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മുടെ ആരോഗ്യ പ്രശ്നം ശ്രദ്ധിക്കാനൊന്നും ആർക്കും നേരമില്ല. ഒന്നാമത് കമ്പ്യൂട്ടറുമായിട്ടുള്ള മൽപ്പിടുത്തം. ഒരു സ്ഥലത്ത് പോയി ഒരു ക്യാബിനകത്തിരുന്നു. IT ഫീൽഡിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറയാം. ഒരു ക്യാബിനകത്തിരുന്നു, ജോലി ചെയ്യുന്നു, തല പുകഞ്ഞ്, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു, എന്തെങ്കിലും തന്നെത്താനെ ഒന്ന് കഴിച്ച്. അത് മിക്കവാറും പേര് ഈ വാങ്ങുന്ന ചപ്പാത്തിയില്ലേ, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹാഫ് കുക്കഡോ അങ്ങനെ എന്തോ പറയും, അതൊക്കെ വളരെ ഡേഞ്ചറസ് ആണ്. ഇതിങ്ങനെ അരച്ച്, ഇതെല്ലാം കൂടി ഇങ്ങനെ അരച്ച് ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് വയ്ക്കാം. ഈ 2 ദോശ ഓരോരുത്തർക്കും ഉണ്ടാക്കി കഴിക്കാം. ഇതാ നോക്കൂ, ഇതിനകത്ത് ഇലകളുണ്ട്, ധാന്യങ്ങളെല്ലാം ഉണ്ട്, പോഷക സമ്പുഷ്ടമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങളെല്ലാവരും ഇത് കൂട്ടാനൊന്നും വേണ്ട. ഇത് ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, കറിവേപ്പിലയുണ്ട്, കാന്താരിയുണ്ട്, വറ്റൽമുളകുണ്ട്, പരിപ്പുണ്ട്, പിന്നെ എല്ലാ ധാന്യങ്ങളുമുണ്ട്, നാളികേരമുണ്ട്, ഉപ്പുണ്ട്, കറിവേപ്പിലുണ്ട്. പിന്നെ എന്തിനാണ് ഇതിൻ്റെ കൂട്ടാനൊന്നും ആവശ്യമില്ല. ഉണ്ടോ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി ശീലിക്കണം. ടീച്ചർക്ക് ഇനി ഒരെണ്ണം കൂടെ ചുടട്ടെ, അത് മതി. ഇനി മാഷ് കുളിക്കാൻ പോയിട്ടുണ്ട്. കുളിച്ചിട്ട് വരുമ്പോൾ ചുട്ടു കൊടുക്കാൻ ചൂടോടെ. വെളിച്ചം കുറവാണെന്ന് തോന്നുന്നല്ലേ?
ഇനി എനിക്ക് എൻ്റെ മൈക്കൊന്നും ഞാൻ എടുക്കുന്നില്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ. മൈക്കൊക്കെ അടുത്ത കാലത്താണ് വാങ്ങിയത്, പക്ഷെങ്കിൽ അതൊക്കെ ഈ ചാർജ് ചെയ്യുന്ന മൈക്കാണ്. അത് കാരണം ഞാനങ്ങ് ചാർജ് ചെയ്യാൻ മറന്നു പോകും. എന്നിട്ട് ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സംസാരിക്കും മെല്ലെ. അപ്പം അതിന് ചാർജില്ല, അതിന് സൗണ്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ആ മറവിയുടെ കാരണം കൊണ്ട് ഞാൻ ഇത്തിരി ഇല കൂടെ അരിഞ്ഞിട്ട് ചീര, പച്ചച്ചീരയാണ് കേട്ടോ. ചീരയൊക്കെ നുള്ളാൻ വൈകിയത് കൊണ്ടേ പൂവായി തുടങ്ങി. ഒരു 2 പൂവാടെ ഞാൻ നിർത്തും, കാരണം നമുക്ക് അരി വേണ്ടേ, വിത്ത് വേണ്ടേ. ഇതും കൂടെ ഞാൻ അരിഞ്ഞ് അതിലേക്ക് ഇട്ടട്ടെ. ഇതൊക്കെ വിഷമില്ലാത്തതല്ലേ. നമ്മുടെ മുറ്റത്തെ ഒരു ചീരത്തണ്ടെങ്കിലും ഒരു ചീരയെങ്കിലും നിങ്ങൾ വെക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊന്ന് സ്പ്രെഡ് ചെയ്യണം, എല്ലായിടത്തോട്ടും ആക്കണം. ഒരു മൂട് ചീര ഉണ്ടെങ്കിൽ, ഈ പച്ചച്ചീരയില്ലേ, അത് ഒരു മൂടുണ്ടെങ്കിൽ നമുക്ക് വെട്ടി വിട്ടാൽ ഞങ്ങളെപ്പോലെ കുറച്ച് പേരുള്ളവർക്ക് ഒരു തോരനായി. ഇല്ലെങ്കിൽ അതിലൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഇല മുറ്റത്ത് കാണുമല്ലോ ഭക്ഷണ യോഗ്യമായിട്ടുള്ളത്, അത് നിങ്ങൾ പറിച്ച് അതിൻ്റെ കൂടെ ചേർത്ത് ഒരു തോരൻ വയ്ക്കാമല്ലോ. ഇങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഭക്ഷ്യസംസ്കാരം മാറ്റണം, ചെയ്തു വരുത്തണം. ഇതിനൊരു കൂട്ടാനും വേണ്ട, എന്നാൽ ഞാൻ ഇത്തിരി പൊടിയെടുക്കാം. ആ പൊടി മാത്രം, പൊടി വേണമെന്നില്ല. അല്പം പൊടിയെടുത്താൽ മതി. മാഷിക്ക് പൊടി വേണ്ടി വരും. അവിടെ ഞാൻ പൊടി കലക്കി ഞാൻ വെച്ചിട്ടുണ്ട് മാഷൊക്കെ. ഇത് ഇന്ന് കലക്കിയതല്ല കേട്ടോ, ഇന്നലെ കലക്കിയതാണ്. ഈ പൊടി നമുക്ക് ഒരാഴ്ചത്തേക്ക് നമുക്ക് ഇങ്ങനെ കൂട്ടി വയ്ക്കാം. ഒരു 5-6 മാസം ഇരിക്കും നമ്മുടെ ഇത് പൊടിച്ച് വെച്ചാൽ. ഇത് പൊടിക്കുന്ന വഴിക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. കാണിച്ചത് തന്നെ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ നമ്മളെ പരിഹസിക്കുകയല്ലേ. ആലോചിച്ച് നോക്കാം. ഇത് കറിയെ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ കൈ കൊണ്ടിടാൻ പോയി, കൈ കൊണ്ട് ആരും എടുത്ത് ഇട്ടുകളയല്ലേ, കൈ കൊള്ളു. ഇനി സ്റ്റവ് ഓഫാക്കട്ടെ. ഇനി പൊടിയുണ്ട് ഉണ്ടോ, ഇത് ടീച്ചർ കഴിക്കട്ടെ കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി കഴിക്കുകയാണ്. ഞാൻ ഇൻസുലിൻ എടുത്തിട്ട് കഴിക്കുള്ളൂ കേട്ടോ. ആഹാരത്തിന് മുമ്പുള്ള ഗുളിക കഴിച്ചു. ഗുളിക കഴിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം. ആഹാരത്തിന് മുമ്പുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി സോ ടേസ്റ്റി. രുചി, ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ വയ്യ, രുചിയില്ല ഉണ്ടോ. ചൂട് പോകാതിരിക്കാൻ ഇത് ഈ കല്ലേ തന്നെ വെച്ചിട്ട് ടീച്ചർ ഇൻസുലിൻ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ പ്രഭാത ഭക്ഷണം ഇന്നത്തെ ഇതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസിയാണിത്. കാരണം നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഇപ്പോഴല്ലേ അരച്ചത്. ഇത് 10 മിനിറ്റ് മുമ്പേ നിങ്ങൾ അരച്ച് വയ്ക്കുകയാണെങ്കിൽ പിന്നെ കോരി വെച്ചാൽ പോരെ. രാവിലെ എഴുന്നേറ്റും ഇതെല്ലാം കൂടെ അടുപ്പത്തേക്ക് വെള്ളത്തിൽ കഴുകി വാരി വെള്ളത്തിലിട്ടു. അതിനുശേഷം മുറ്റത്ത് പോയി ചീര ഉണ്ടെങ്കിൽ ഒരു ചീര പറിച്ചുകൊണ്ട് വന്നു, കറിവേപ്പില എല്ലാം പറിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ടാവുമല്ലോ. അരച്ചും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ തൂത്തു, കല്ല് വെച്ചു, തീ കത്തിച്ചു, കല്ല് വെച്ചു, അടുപ്പ് കത്തിച്ചു, നമ്മൾ എണ്ണ അതിലേക്ക് തൂത്തു. അതിനുശേഷം കോരി ഒഴിക്കുക. അതിന് എത്ര നേരം വേണം? ഇതെല്ലാം കലക്കിയൊക്കെ അരച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ 5 മിനിറ്റ് പോലും വേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭക്ഷ്യസംസ്കാരം ഇങ്ങനെ ആകട്ടെ എന്ന് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം പറയുകയാണ്. നമ്മൾ ഭക്ഷണം വളരെ ശ്രദ്ധിക്കണം. ഇനി വെളിയിലത്തെ ഭക്ഷണം കഴിക്കണമെന്ന് കുറയ്ക്കണം. കഴിക്കാതെ പറ്റില്ല. ഒരു നേരം വയ്യാതെ കിടന്ന് നമ്മളും മേടിക്കാറുണ്ട്. സൊമാറ്റോ, സ്വിഗ്ഗിയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ എങ്ങനെ
അത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും ഇന്ന് ഒരു നല്ല സുദിനം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുപ്രഭാതം. നന്ദി. എല്ലാവരും എൻ്റെ ചാനൽ കാണണം, എൻ്റെ വീഡിയോസ് കാണണം, എൻ്റെ ചാനലിൽ കയറണം, ലൈക്ക് ആൻഡ് കമൻറ്റ് ഒക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതെല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കൽ കൂടി ഷെയർ ചെയ്യൂ. അപ്പോൾ ടീച്ചറൊക്കെ ഇതാ കഴിക്കുന്നതെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പുതിയതായിട്ട് കൂട്ടുകാർ വരുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എഗെയിൻ ഗുഡ് മോർണിംഗ്.